ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ ബോഗൺവില്ല ചെടീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ടിപ്സുകളും ഒക്കെ നമ്മൾ ഈ ഒരു സംഭവത്തിനെപ്പറ്റി കാണുന്നുണ്ട്. അപ്പോൾ ബോഗൺവില്ല ചെടി നല്ല വൃത്തിക്ക് പൂത്തുലഞ്ഞ് നിൽക്കണമെങ്കിൽ ചെറിയൊരു ട്രിക്സ് പ്രയോഗിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂക്കളുണ്ടായിട്ട് കാണാൻ പറ്റും. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ എത്രയെല്ലാം വളം ഉപയോഗിച്ചാലും ഇപ്പോൾ പലതരം വളങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ആ വളങ്ങൾ എന്ത് തന്നെ ഇട്ടാലും നമ്മൾ ഈ ചെടി തണലത്താണ് കൊണ്ട് വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തണലത്താണ് മണ്ണിൽ നട്ടു വളർത്തിയെങ്കിൽ ഈ ചെടി ഒരിക്കലും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നില്ല. അതേ സമയത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ല വെയിലത്താണ് വെക്കുന്നതെങ്കിൽ, നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ നല്ല പൂക്കൾ, അതായത് ഈ ഇല പോലും കാണാണ്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ ഉള്ളത് ഫുള്ള് ഭയങ്കര വെയിൽ കിട്ടുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഭാഗം. കാരണം ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലും ഇല്ല, ഒറ്റ മരമില്ല. അതുകൊണ്ട് നന്നായിട്ടുണ്ടാവും. അപ്പോൾ പോകുന്നവരൊക്കെ ചോദിക്കും ഇതെങ്ങനെ ഇത്രയും ഉണ്ടാകുന്നതെന്ന്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊരു ട്രിക്ക് കാണിക്കുന്നത്, കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിക്കുന്നൊന്നുമില്ല, കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താലും കുറേ നല്ലതാണ്. പിന്നെ അതിൻ്റെ അകത്ത് വേറെ യാതൊരു സാധനം ഇട്ടില്ല. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചട്ടീൻ്റെ ഭാഗത്ത് കാണുന്നുണ്ട് പിന്നെ കുറച്ച് വളം ഇട്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എല്ലുപൊടിയാണ്. അപ്പോൾ എല്ലുപൊടി ഏറ്റവും നല്ലൊരു വളമാണ് എല്ലുപൊടി എന്നുള്ളത്. നല്ലോണം പെട്ടെന്ന് പൂക്കളുണ്ടാവും, നമുക്ക് കുറേ കാലം കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, പെട്ടെന്നുണ്ടാവും. അങ്ങനെ അതിനെ കൊണ്ടുള്ള ഗുണം. പിന്നെ ചാണകം, പച്ച ചാണകം ആയാലും അല്ലെങ്കിൽ ചാണകപ്പൊടി ആയാലും വളരെ നല്ലതാണ്. അതൊക്കെ ഇടുമ്പം തന്നെ നല്ലോണം പൂക്കളുണ്ടാവും. നമുക്കിവിടെ എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം വേണ്ടത് വെയിലാണ്. നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കണം, രാവിലെയും വൈകുന്നേരവും, അല്ലെങ്കിൽ വൈകുന്നേരം വെയിൽ മങ്ങുന്ന സമയത്തായാലും നല്ലോണം വെള്ളം ഒഴിച്ചാൽ ആ തണുപ്പ് എപ്പോൾ ഉണ്ടാവുമല്ലോ, ആ തണുപ്പും നല്ല വെയിലും കൂടി ആകുമ്പോഴാണ് ശരിക്കും കടലാസ് പൂക്കൾ നല്ലോണം പൂക്കുന്നത്. നമ്മളിപ്പോൾ എത്ര വളമിട്ടിട്ട് നമ്മളിതിനെ ഏതെങ്കിലും ഒരു തണലത്തിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് വെക്കുന്നതെങ്കിൽ ഇതിനകത്ത് പൂ ഉണ്ടാകുന്നേ ഇല്ല. വെയിൽ തട്ടുമ്പോൾ നല്ല പൂക്കളുണ്ടാവും, നല്ല കളറും ഉണ്ടാവും, കളറുള്ള പൂക്കളുണ്ടാവും. അതെല്ലാം അതെ, ചുവപ്പായാലും അതുപോലെ പിങ്ക് കളറുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, ഇതൊക്കെ ഇവിടെയുള്ള കളറുകളാണ്. അതൊക്കെ നല്ലോണം പൂക്കളുണ്ടാകുന്നത് വെയിലുള്ളത് കൊണ്ടാണ്. മഴേൻ്റെ സമയത്ത് നിങ്ങൾ നോക്കിക്കോ, മഴയത്ത് ഇത് ശരിക്കൊന്നും ഉണ്ടാവില്ല. അതുപോലെ തണ്ട് നീളം കൂടി വരുമ്പോൾ തണ്ട് മുറിച്ച് മാറ്റുമ്പോൾ നമുക്ക് ഒരു വട്ടത്തിൽ, അല്ലെ ബോൺസായി രൂപത്തിൽ നമ്മൾ പറയില്ല, അതുപോലെ ഒരു കുറ്റിച്ചെടി പോലെ വളർത്തിയെടുക്കാൻ പറ്റും. തണ്ട് നീളമുള്ളതായാലും നല്ലത് തന്നെയാണ്, കാരണം നിറച്ച് പൂക്കളുണ്ടാവും, അതിൻ്റെ അറ്റം വരെയും നിറച്ച് പൂക്കളുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സാധാരണ നമ്മൾ എല്ലാ ദിവസവും ഉള്ള കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ.